നമസ്കാരം. സിനിമ ഇൻ മലയാളം എന്ന പേരിൽ ഞാൻ തുടങ്ങി വച്ചിരിക്കുന്ന യൂട്യൂബ് പരമ്പരയുടെ 15ാം എപ്പിസോഡാണ് ഇന്ന് നിങ്ങൾ ശ്രമിക്കുന്നത്. ഏവരെയും സന്തോഷപൂർവം സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ഇത് എൻ്റെ 166ാമത്തെ വീഡിയോയാണ്. നിങ്ങൾക്ക് ഏവർക്കും അറിയാവുന്നതുപോലെ സിനിമ ഇൻ മലയാളം മലയാളത്തിലെ മികച്ച സിനിമകളെ മാത്രം പ്രതിപാദിക്കുന്ന ഒരു പരമ്പരയാണ്. ചീത്ത സിനിമകളുണ്ടെങ്കിൽ അവ ചീത്തയാണ് എന്ന് പറയുന്നതൊഴിച്ച് അവയെക്കുറിച്ച് കൂലങ്കഷമായി നാം ചിന്തിക്കുന്നില്ല. നാം ചിന്തിക്കുന്നതും പഠിക്കുന്നതും നല്ല സിനിമകളെക്കുറിച്ച് മാത്രമാണ്. ആദ്യം നമ്മൾ പഠിച്ചത് അനന്തരം എന്ന സിനിമയെക്കുറിച്ചായിരുന്നു. അതിനുശേഷം കഴിഞ്ഞ 2-3 എപ്പിസോഡുകളായിട്ട് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് വിധേയൻ എന്ന സിനിമയെക്കുറിച്ചാണ്. അതിൻ്റെ ബാക്കി ഭാഗം നമുക്ക് ഇന്ന് ശ്രമിക്കാം. ഞാൻ ഇതിനു മുമ്പ് പറഞ്ഞിട്ടുണ്ട്, അടൂർ ഗോപാലകൃഷ്ണൻ്റെ എല്ലാ സിനിമകളും തുടക്കം മുതൽ അവസാനം വരെ സ്വാഭാവികത കലർത്താനുള്ള ശ്രമം എപ്പോഴും കാണാം എന്നത് മാത്രമല്ല, ചതുരാകൃതിയിലുള്ള ഒരു ചിത്രത്തിൻ്റെ മധ്യഭാഗത്ത് മാത്രമല്ല സ്വാഭാവികത നിലനിൽക്കുന്നത്. 4 മൂലകളിൽ നിന്ന് തുടങ്ങി നടുവിൽ വരെ എത്തുന്ന ദൃശ്യങ്ങളെല്ലാം സ്വാഭാവികതയാവണമെന്നുള്ള നിർബന്ധം അടൂർ ഗോപാലകൃഷ്ണനുണ്ട്. അക്കാര്യം ഞാൻ വിവരിച്ചു പറഞ്ഞിട്ടുള്ളതാണ്. ആയതിനാൽ തന്നെ തുടക്കത്തിൽ പേര് കാണിക്കുമ്പോൾ മുതൽ നാം ഏത് കഥയിലേക്ക് കടന്നു വരുന്നുവോ ആ കഥയിലേക്ക് നമ്മളെ കൊണ്ടുവരുന്ന രീതിയിൽ ഒരു ചിത്രമായിരിക്കാം അദ്ദേഹം കാണിക്കുന്നത്. മിക്കവാറും സന്ദർഭങ്ങളിൽ ഒരു ചിത്രമായിരിക്കാം, പല ചിത്രങ്ങൾ കാണിക്കുന്ന സന്ദർഭങ്ങളുമുണ്ട്. നാം മറ്റൊരു മേഖലയിൽ നിന്നായിരിക്കാം സിനിമ തിയേറ്ററിനുള്ളിൽ കടന്നു വരുന്നത്. ചിലപ്പോൾ ദുഃഖത്തിൻ്റെ മേഖലയിൽ നിന്നായിരിക്കാം, ചിലപ്പോൾ ക്രോധത്തിൻ്റെ മേഖലയിൽ നിന്നായിരിക്കാം, അല്ലെങ്കിൽ ടെൻഷൻ്റെ മേഖലയിൽ നിന്ന്, വിരസതയുടെ മേഖലയിൽ നിന്ന്, പേടിയുടെ മേഖലയിൽ നിന്ന്. നാം ഏതു മേഖലയിൽ നിന്ന് കടന്നു വരുന്നവരാണെങ്കിലും ഇനി നമ്മൾ കാണാൻ പോകുന്ന സിനിമാ കഥയുമായി താദാത്മ്യം പ്രാപിക്കാൻ സാധ്യമാകുന്ന വിധത്തിലുള്ള ദൃശ്യമായിരിക്കും പേര് കാണിക്കുമ്പോൾ മുതൽ കാണിച്ചു വരുന്നത്. വിധേയൻ എന്ന സിനിമയിലും അത് തന്നെയാണ് നാം കാണുന്നത്. ആ ഒരു കസേര മാത്രം കണ്ടുകൊണ്ടിരുന്നാൽ വരാനിരിക്കുന്ന ആ സിനിമയുടെ ഒരു വലിയൊരു തല തന്നെയാണ് ആ കസേര എന്ന് നമുക്ക് പിന്നീട് കാഴ്ചയുടെ മധ്യഭാഗത്തെത്തുമ്പോഴോ കാഴ്ചയുടെ അവസാനമെത്തുമ്പോഴോ മനസ്സിലാവും. നമ്മളെ കസേരയാവുന്ന ആ തലയിലേക്ക്, ആ കസേര സൃഷ്ടിക്കുന്ന വിപ്ലവങ്ങളിലേക്ക് നമ്മളെ കൊണ്ടുവരുന്നതിന്
ആ ഒരു ചിത്രം മാത്രം മതിയാവും. അതോടൊപ്പം തുടങ്ങുന്നത് തന്നെ പേര് കാണിക്കുമ്പോൾ തന്നെ ഒരു സംഗീതമുള്ളത് വളരെ കുറഞ്ഞ ശബ്ദത്തിൽ തുടങ്ങിക്കൊണ്ട് വലിയ ശബ്ദമായി മാറുന്ന സംഗീതമാണ്. സംഗീതം എങ്ങനെ സിനിമയ്ക്ക് നിരക്കുന്നതാകണം എന്ന് കേരളീയ സമൂഹത്തിന് ബോധ്യം വരുത്തി കൊടുത്ത വളരെ ചുരുക്കം ചില സംവിധായകരിൽ ഒരാളാണ് അടൂർ ഗോപാലകൃഷ്ണൻ. പറഞ്ഞത് വീണ്ടും പറഞ്ഞ് ആവർത്തിക്കാൻ ആഗ്രഹിക്കുന്നില്ല. മരംചുറ്റി പ്രേമങ്ങളും ആ പ്രേമത്തിൻ്റെ താലപ്പൊലി പോലെ പാട്ടുപാടുന്ന നായകനും നായികയും അടൂർ ഗോപാലകൃഷ്ണൻ്റെ സിനിമകളിൽ നമുക്ക് കാണാൻ പറ്റില്ല. നമ്മുടെ ജീവിതത്തിൽ ഏതെങ്കിലും ഒരു മരത്തിന് ചുറ്റും പാട്ടുപാടുന്ന കാമുകനെയോ കാമുകിയെയോ നമുക്ക് കാണാൻ പറ്റുമോ? അത് സ്വാഭാവിക ജീവിതത്തിലില്ല. അതുകൊണ്ട് തന്നെ അടൂർ ഗോപാലകൃഷ്ണൻ്റെ സിനിമയിലുമില്ല. പണ്ട് പ്രേം നസീറൊക്കെ ഒരുപാട് മരം ചുറ്റി പാട്ട് പാടിയിട്ടുള്ളതാണ്. ഒരുപക്ഷെ പ്രേം നസീറിനെ അടൂർ ഗോപാലകൃഷ്ണൻ്റെ കയ്യിൽ കിട്ടിയിരുന്നെങ്കിൽ ദേശീയ ശ്രദ്ധ പുലർത്തുന്ന രീതിയിൽ മികച്ച അഭിനേതാവായി പ്രേം നസീറിന് മാറാൻ സാധിക്കുമായിരുന്നു. ഒരിക്കൽ ഞാൻ ജോലി ചെയ്യുന്ന അന്ന് ബോംബെ ഇന്ന് മുംബൈ എന്ന് പറയുന്ന മെട്രോപൊളിറ്റൻ സിറ്റിയിലെ ഒരു കമ്പനി രണ്ടായി പിളർന്നു. രണ്ട് പാർട്ട്ണർമാർ ചേർന്ന് നടത്തിയിരുന്ന ഒരു കമ്പനിയായിരുന്നു. അതിൻ്റെ തല മുഴുവൻ ഉപയോഗിച്ചിരുന്നത്, എഞ്ചിനീയറിങ്ങിൻ്റെ തല മുഴുവൻ ഉപയോഗിച്ചിരുന്നത്, ബുദ്ധി മുഴുവൻ ഉപയോഗിച്ചിരുന്നത് വിജയൻ എന്നു പേരുള്ള ഒരു മലയാളിയായിരുന്നു. അദ്ദേഹത്തിൻ്റെ പാർട്ട്ണറായി ഉണ്ടായിരുന്ന വ്യക്തി അത്ര ബുദ്ധിമാനായിരുന്നില്ല. പകരം അദ്ദേഹത്തിന് കുറച്ച് പണമുണ്ടായിരുന്നു, തടിയുണ്ടായിരുന്നു, വയറുണ്ടായിരുന്നു, അങ്ങനെ കുറേ കാര്യങ്ങൾ. അപ്പോൾ ഈ കമ്പനി രണ്ടായി പിളർന്നപ്പോൾ പാർട്ട്ണർമാർ ഒരു ധാരണയിലെത്തി. ഇഷ്ടമുള്ളവർക്ക് വിജയൻ എന്ന പേരുള്ള വ്യക്തിയുടെ കൂടെ പോകാം, ഇഷ്ടമുള്ളവർക്ക് ഞാൻ രണ്ടാമത് പറഞ്ഞ അത്ര ബുദ്ധി ഇല്ലാത്ത എന്നാൽ വണ്ണം കൂടുതലുള്ള വയറ് കൂടുതലുള്ള വ്യക്തിയുടെ കൂടെ പോകാം. അങ്ങനെ പലർ പോയി. ധനം മോഹിച്ചു പോയ പലരും പോയത് ഈ വണ്ണം കൂടുതലുള്ള വയറ് കൂടുതലുള്ള വ്യക്തിയുടെ കൂടെയാണ്. അന്ന് കേവലം 22 വയസ്സ് മാത്രം പ്രായമുണ്ടായിരുന്ന ഞാൻ പോയത് വിജയൻ എന്ന വ്യക്തിയുടെ കൂടെയായിരുന്നു. കാരണം എനിക്ക് വണ്ണത്തിലും വയറിലുമായിരുന്നില്ല ഉന്നം. എൻ്റെ ലക്ഷ്യം ബുദ്ധിയിലായിരുന്നു. ഒരുപക്ഷെ വണ്ണത്തിൻ്റെയും വയറിൻ്റെയും കൂടെ പോയിരുന്നെങ്കിൽ എനിക്ക് പൈസ കൂടുതൽ കിട്ടുമായിരുന്നിരിക്കാം. പക്ഷേ പൈസയേക്കാളുപരി ഞാൻ സർഗാത്മകതയെ സ്നേഹിച്ചിരുന്നത് കൊണ്ട്, ബുദ്ധിയെ സ്നേഹിച്ചിരുന്നത് കൊണ്ട് ഞാൻ വിജയൻ എന്ന വ്യക്തിയുടെ കൂടെ പോയി.
വിജയൻ എന്ന വ്യക്തിയുടെ കൂടെ വളരെ കുറച്ചു പേരേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ ഉണ്ടായിരുന്നവരെല്ലാം എഞ്ചിനീയറിംഗുമായി ബന്ധപ്പെട്ട് ബുദ്ധിരാക്ഷസന്മാരായിരുന്നു എന്ന് പറഞ്ഞാൽ വലിയ തെറ്റില്ല. നേരെ തിരിച്ചായിരുന്നു അപ്പുറത്ത്. ഇതിന് സമാനമായിട്ടുള്ള നിരവധി കഥകൾ നിങ്ങൾക്കറിയാം, എനിക്കറിയാം. അതിലേക്ക് പോയാൽ സിനിമ ഇൻ മലയാളം എന്ന വിഷയം അകന്നു പോകും. ഞാൻ എന്തുകൊണ്ട് ഇത് പറഞ്ഞു എന്ന് വെച്ചാൽ, പ്രേം നസീറിന് ദേശീയ തലത്തിലോ ലോകതലത്തിലോ അംഗീകാരം കിട്ടുമായിരുന്നു എന്ന് പറഞ്ഞപ്പോൾ വേറൊരു തരത്തിൽ അംഗീകാരം കിട്ടി. ബോംബെയിലെ കമ്പനിയിലെ രണ്ടാമത്തെ പാർട്ട്ണറിൻ്റെ കൂടെ നിരവധി പേർ പോയതുപോലെ ഒരു അംഗീകാരം. എന്തുകൊണ്ടാണ് ബോംബെയിലെ പാർട്ട്ണറുടെ, ബുദ്ധി കുറവുള്ള പാർട്ട്ണറുടെ, വണ്ണം കൂടുതലുള്ള, വയറ് കൂടുതലുള്ള പാർട്ട്ണറുടെ കൂടെ കുറേ പേർ പോയത്? അദ്ദേഹത്തിന് ധനമുണ്ടായിരുന്നു, ബുദ്ധിയില്ലെങ്കിലും ധനമുണ്ടായിരുന്നു എന്നുള്ള ചിന്ത കൊണ്ടായിരിക്കുമല്ലോ. പ്രേം നസീറിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ നിരവധി സിനിമകളിൽ അഭിനയിച്ചിട്ടുണ്ട്. അതേ ഉള്ളൂ, എണ്ണം കൂടുതലുണ്ട്. പക്ഷേ അതിനനുസരിച്ചുള്ള ഗുണമുണ്ടോ എന്നുള്ളതാണ്. എണ്ണത്തിലല്ല കാര്യം, പിന്നെയോ അതിൻ്റെ ഗുണത്തിലാണ്. 100 കൗരവരെക്കാളുപരി ഞാൻ 5 പാണ്ഡവരെ സ്നേഹിക്കുന്നു എന്ന് പറയുന്ന നിരവധി പേരില്ലേ നമ്മുടെ സമൂഹത്തിൽ? നമ്മളിൽ പലരും ആഗ്രഹിക്കാറില്ലേ, 10 ചീത്ത മക്കളുണ്ടാവുന്നതിനേക്കാളും നല്ലത് ഒരു നല്ല മകനുണ്ടാവുന്നതാണ്, അല്ലെങ്കിൽ ഒരു നല്ല മകളുണ്ടാവുന്നതാണെന്ന് നമ്മളിൽ ചിലരെങ്കിലും ആഗ്രഹിക്കാറില്ലേ? ചിലരല്ല, എല്ലാവരും തന്നെ ആഗ്രഹിക്കാറുണ്ടെന്നുള്ളതാണ്. നിരവധി ഉണ്ടായിട്ട് കാര്യമില്ല, എത്ര കുറഞ്ഞാലും കുഴപ്പമില്ല. പക്ഷേ ഉള്ളത് ഗുണമേന്മയുള്ളതായിരിക്കണം. നിർഭാഗ്യം സംഭവിച്ചു പോയി എന്ന് മാത്രം പറഞ്ഞാൽ മതി പ്രേം നസീറിന്. അക്കാലത്ത് ഒരു അടൂർ ഗോപാലകൃഷ്ണൻ ഉണ്ടായിരുന്നില്ല. അക്കാലത്ത് ഒരു ജി അരവിന്ദനോ ജോൺ അബ്രാഹമോ ഉണ്ടായിരുന്നില്ല. അതിൻ്റെ ദൂഷ്യവശം അനുഭവിച്ചത് പ്രേം നസീറും അക്കാലത്തെ കുറച്ച് നടന്മാരും നടിമാരുമാണ്. ആ നിർഭാഗ്യത്തിൽ നിന്ന് മമ്മൂട്ടി രക്ഷപ്പെട്ടു, മോഹൻലാൽ രക്ഷപ്പെട്ടു, ഇക്കാലത്തെ നടന്മാർ രക്ഷപ്പെട്ടു. കാരണം ഒരു ഉദയം ഉണ്ടായി മലയാള സിനിമാ ചരിത്രത്തിൽ. അടൂർ ഗോപാലകൃഷ്ണനെ പോലുള്ള ഉദയം, ജി അരവിന്ദനെ പോലുള്ളവരുടെ ഉദയം, ഷാജി എൻ കരുണിനെ പോലുള്ളവരുടെ ഉദയം, അപ്രകാരമുള്ള ഉദയം ഉണ്ടായിരിക്കുന്നു. കണ്ണടച്ച് എല്ലാം ചെയ്യുന്നത് ശരിയാണ് എന്ന് പറയുന്ന ഒരു സ്വഭാവം എനിക്കില്ല എന്ന് കഴിഞ്ഞ 15 എപ്പിസോഡുകൾ ശ്രവിച്ച നിങ്ങൾക്ക് മനസ്സിലായിരിക്കും. അടൂർ ഗോപാലകൃഷ്ണൻ്റെ സിനിമകളിൽ തന്നെ നന്മ പറയുന്നതിനേക്കാളുപരി എവിടെയെങ്കിലും കരടുണ്ടെങ്കിൽ അത് പറയാനാണ് ഞാൻ ശ്രമിച്ചിട്ടുള്ളത് എന്നും പല എപ്പിസോഡുകളിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ ഉദ്ദേശ്യം, നന്മ പറയാൻ തുടങ്ങിയാൽ അത് നിർത്താൻ എനിക്ക് പറ്റില്ല, എന്നാൽ അതിൽ കിടക്കുന്ന എന്തെങ്കിലും ഒരു കരടെടുത്ത് പറയുകയാണെങ്കിൽ നിശ്ചിത എണ്ണം പറഞ്ഞു കഴിഞ്ഞാൽ തീർന്നു, ഇത്രയേ ഉള്ളൂ കരട്, ബാക്കിയെല്ലാം നല്ലത് എന്ന് പറഞ്ഞ് എനിക്ക് നിർത്താൻ സാധിക്കും. അതുകൊണ്ട് അടൂർ ഗോപാലകൃഷ്ണൻ്റെ പോലുള്ളവരുടെ സിനിമ എടുക്കുമ്പോൾ നന്മകൾ പറയാൻ ഞാൻ ശ്രമിക്കാതെ കരട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് മാത്രം പറയാൻ ആഗ്രഹിക്കുകയാണ്. ഇവിടെ ഒരു കരട് ഞാൻ പറയുകയാണ്. തുടക്കത്തിൽ
പട്ടേലർ വിധേയനോട് പറയുന്നുണ്ട്, ആ മുണ്ട് അഴിച്ചു മാറ്റട എന്നതിന് സമാനമായി ഒരു വാക്യമുണ്ട്. എന്നിട്ട് പുതിയതുടുക്കാൻ ആവശ്യപ്പെട്ടുകൊണ്ട് സാരി വിൽപ്പനക്കാരൻ്റെ കയ്യിൽ നിന്ന് ഒരു മുണ്ടെടുത്ത് കൊടുക്കുന്നുണ്ട്. ഇവിടെ ഒരു ചെറിയ കരടായിട്ട് ഞാൻ പറയുന്നത്, ആ സാരി വിൽപ്പനക്കാരന് എന്തെങ്കിലും സംസാരിക്കാമായിരുന്നു. വലിയ ഒരു അപാകതയാണെന്ന് ഞാൻ പറഞ്ഞു വയ്ക്കുകയല്ല, കുറച്ച് എന്തെങ്കിലും സംസാരിക്കാമായിരുന്നു. ഒരു കുഞ്ഞു കരടായി ഞാനിതിനെ ഇവിടെ നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കുകയാണ്. എവിടെയും കുളക്കടവ് കാണിക്കുന്നത് അതിമനോഹരമായി മാറുന്നു അടൂർ ഗോപാലകൃഷ്ണൻ്റെ സിനിമകളിൽ. അനന്തരത്തെക്കുറിച്ച് ഞാൻ പ്രഭാഷണം നടത്തിയപ്പോൾ പലപ്പോഴും പറഞ്ഞു കുളക്കടവിൻ്റെ സൗന്ദര്യം. സൗന്ദര്യം എന്നുള്ള വാക്കിൻ്റെ അർത്ഥം വെളുപ്പിനെ വെളുപ്പായി കാണിക്കുക എന്നും കറുപ്പിനെ കറുപ്പായി കാണിക്കുക എന്നുള്ളതുമാണ്. വെളുപ്പിൽ കറുപ്പ് ഇടകലർന്നിട്ടുണ്ടെങ്കിൽ ഇത്രയും കറുപ്പ് അതിൽ ഇടകലർന്നിട്ടുണ്ടെന്ന് അറിയിക്കുന്നത് കൂടി അതിൻ്റെ സൗന്ദര്യമാണ്. നേരെ മറിച്ച് കറുപ്പിനെ അപ്രത്യക്ഷമാക്കിക്കൊണ്ടെല്ലാം വെളുപ്പാണെന്ന് പറഞ്ഞാൽ അത് സൗന്ദര്യമല്ലാതായി മാറും. സൗന്ദര്യത്തെ സൗന്ദര്യമെന്ന് പറയുന്നതും വൈരൂപ്യത്തെ വൈരൂപ്യമെന്ന് പറയുന്നതുമാണ് യഥാർത്ഥ സൗന്ദര്യം അല്ലെങ്കിൽ യഥാർത്ഥ ഛായാഗ്രഹണം. ഇവിടെ കുളക്കടവ് കാണിക്കുമ്പോൾ പഴമയുടെ കുളക്കടവ് പഴമയായി തന്നെ അവതരിപ്പിക്കുന്നു. 1000 ഷോട്ടുകളില്ല, നിശ്ചിത ഷോട്ടുകൾ മാത്രം കൊണ്ട് ആ കുളക്കടവ് ഏതു തരത്തിലുള്ളതെന്ന് നമുക്ക് ബോധ്യമാവുന്നു. അപ്രകാരം തന്നെ കുളക്കടവിൽ വെച്ച് 3 വ്യക്തികൾ ക്യാമറയ്ക്ക് മുന്നിൽ വരുന്നത് വളരെ കുറഞ്ഞ സംഭാഷണത്തിലൂടെ, എന്നാൽ മർമ്മപ്രധാനമായ സംഭാഷണങ്ങളിലൂടെ മനോഹരമായി തീരുന്നു. കുളക്കടവ് മനോഹരമായി തീരുന്നത് ആ ദൃശ്യങ്ങളോടൊപ്പം വിധേയനെ കൂടാതെ ആ രംഗത്തേക്ക് കടന്നു വരുന്ന മറ്റ് 3 കഥാപാത്രങ്ങൾ കൂടി ചേർന്നാണ്. അവരോരോരുത്തരും വേണമെങ്കിൽ 1 or 2 വാക്യങ്ങളെ പറയുന്നുള്ളൂ. എല്ലാം ഒറ്റ കാരണത്തെ പ്രതിയാണ്. വിധേയൻ അവിടെ വെച്ച് പറഞ്ഞുപോയി, ഒരു കോര് കോരിയിരുന്നെങ്കിൽ എന്നതിന് സമാനമായ ഒരു വാക്യം പറഞ്ഞുപോയി. കുളക്കടവിലെ വെള്ളത്തിൽ മെന്തുന്ന നിരവധിയായ മത്സ്യങ്ങളെ കണ്ട് കൊതി വന്നപ്പോഴാണ് പറഞ്ഞത് ഒരു കോര് കോരിയിരുന്നെങ്കിൽ എന്ന അർത്ഥത്തിലുള്ള ഒരു വാക്യം പറഞ്ഞത്. ഉടനടി അവിടെയുള്ള ഒരു കഥാപാത്രം പറയുന്നുണ്ട്, വേണ്ടാത്തതൊന്നും ചിന്തിക്കണ്ട, ദേവിയുടെ പ്രജകളാണ്. അതിന് സമാനമായ ഒരു വാക്യം ഒന്നുകൂടി ആവർത്തിക്കുന്നുണ്ട്. ദേവിക്ക് കോപമുണ്ടായാൽ ക്രിസ്ത്യാനിയെന്നോ മുസ്ലിമെന്നോ വ്യത്യാസമില്ല എന്നുകൂടി പറയുന്നുണ്ട്. തുടർന്ന് അദ്ദേഹത്തിൻ്റെ സംഭാഷണങ്ങൾ അവസാനിക്കുന്നു. അദ്ദേഹം തിരിഞ്ഞ് ദേവി സ്തുതി ചൊല്ലിക്കൊണ്ട് അപ്രത്യക്ഷമാകുമ്പോൾ
കുളക്കടവിലേക്ക് മറ്റൊരു കഥാപാത്രം. അധികം സംഭാഷണങ്ങളൊന്നും പറയുന്നില്ല. 1-2 വാക്യങ്ങൾ പറഞ്ഞുകൊണ്ട് അവർ അപ്രത്യക്ഷരാകുമ്പോൾ യാതൊരു അസ്വാഭാവികതയുമില്ല എന്ന് മാത്രമല്ല, മർമ്മപ്രധാനമായ വാക്യങ്ങൾ. മർമ്മപ്രധാനമായ വാക്യങ്ങൾ എന്ന് പറയുമ്പോൾ ഹിന്ദി സിനിമയിൽ കാണുന്ന തട്ടുപൊളിപ്പൻ ഡയലോഗ് എന്ന് ആരും ചിന്തിച്ചു പോകരുത്. ഓലപ്പടക്കത്തിന് തീ കൊടുത്തതുപോലെയുള്ള സംഭാഷണങ്ങൾ ചില ഹിന്ദി സിനിമകളിൽ കാണാറുണ്ട്. അതാണ് സിനിമ എന്ന് കരുതി ചില മലയാള സിനിമകളും അപ്രകാരം ഓലപ്പടക്കത്തിന് തീ കൊടുത്തതുപോലെയുള്ള വെടിക്കെട്ട് സംഭാഷണങ്ങൾ പറയുന്നുണ്ട്. ഇന്ത്യയിൽ ഏറ്റവും വിദ്യാഭ്യാസമുള്ള ഒരു സംസ്ഥാനമാണ് കേരളം. ആ കേരളത്തിൽ നിന്നാണ് ഇപ്രകാരമുള്ള വെടിക്കെട്ട് സംഭാഷണം. വെടിക്കെട്ടിൻ്റെ സ്ഥലത്താകുമ്പോൾ അത് നല്ലതാണ്, പ്രസിദ്ധമാകും, കാഴ്ചയ്ക്ക് നല്ലതാണ്. പ്രത്യേകിച്ച് തൃശ്ശൂർ പൂരത്തിലെ വെടിക്കെട്ട് ലോകപ്രസിദ്ധമാണ്. അവിടെ വെടിക്കെട്ടാണ് വേണ്ടത്, നിർത്താത്ത വെടിക്കെട്ട്. ആ വെടിക്കെട്ടല്ല സിനിമയിൽ വേണ്ടത്. സ്വാഭാവിക ജീവിതത്തിൽ നമ്മൾ അങ്ങനെ വെടിക്കെട്ട് കാണുന്നുണ്ടോ സംഭാഷണങ്ങൾക്കിടയിൽ? കാണുന്നവരുണ്ടെങ്കിൽ അവരുടെ ജീവിതം പകർത്തുമ്പോൾ അപ്രകാരമാവാം എന്നതൊഴികെ എല്ലാവരുടെയും സംഭാഷണങ്ങൾ വെടിക്കെട്ടായി മാറുമ്പോൾ അത് വെറും തറ സിനിമയായി മാറുന്നു. ഇവിടെ ഈ കുളക്കടവിൽ രണ്ടാമത്തെ ഒരാൾ പറയുന്നത്, ആദ്യം പറഞ്ഞയാൾ അങ്ങനെയൊന്നും ചിന്തിക്കണ്ട, ദേവിയുടെ പ്രജകളാണെന്നൊക്കെ പറഞ്ഞ് അയാളുടെ കടമ നിർവഹിച്ചു പോകുമ്പോൾ എങ്ങോ നിന്ന് ചിത്രത്തിനുള്ളിലേക്ക് വരുന്ന കഥാപാത്രം പറയുന്നത്, അതുകൊണ്ടെന്താ, പുഴ വരണ്ടാലും വെള്ളപ്പൊക്കം വന്നാലും ഈ മീനുകൾ ഇവിടെ തന്നെയുണ്ട് എന്നതിന് സമാനമായ ഒരു സംഭാഷണം പറയുന്നുണ്ട്. അയാളുടെ കടമ കഴിഞ്ഞു, അയാളും യാത്രയായി. വേറൊരാൾ പറയുന്നത്, അപ്പോൾ അയാൾ മീനുകൾക്ക് ഇട്ടുകൊടുക്കുന്ന ഭക്ഷണം നീട്ടിക്കൊടുത്തുകൊണ്ട് പറഞ്ഞ്, ഇതാണ് പ്രായശ്ചിത്തം, മീനുകൾക്ക് മീനുകൾക്ക് ഭക്ഷണം കൊടുക്കുക എന്ന് പറഞ്ഞ് ആ ഭക്ഷണം കൊടുക്കുന്നുണ്ട് എന്ന് മാത്രമല്ല, വിധേയനുണ്ടാകുന്ന മാറ്റമാണ് ഏറെ ശ്രദ്ധേയമാകുന്നത്. സ്വന്തമായൊരു വ്യക്തിത്വമില്ലാത്ത, അസ്തിത്വമില്ലാത്ത അദ്ദേഹം കുളക്കടവിൽ വെച്ച് പേടിപ്പെടുത്തുന്ന ഈ സംഭാഷണങ്ങൾ കേട്ട ഉടൻ ക്രിസ്ത്യാനിയായ ആ വ്യക്തി പേടിയോടുകൂടി ദേവിയെ സ്തുതിക്കുന്നുണ്ട്, ദേവിയെ ക്ഷമിക്കണേ എന്ന അർത്ഥത്തിൽ സംസാരിക്കുന്നുണ്ട്. അങ്ങനെ കുളക്കടവ് ദൃശ്യപ്പൊലിമയോടൊപ്പം ശ്രവണവും സൗന്ദര്യമായി മാറിക്കൊണ്ട് മനോഹരമായ ഒരു നിമിഷമായി മാറുന്നു. അപ്രകാരം തന്നെയായിരുന്നു അനന്തരത്തിലെ കുളക്കടവും എന്ന് നമുക്കറിയാം. ഒരുപക്ഷെ അനന്തരത്തിലെ കുളക്കടവിനെയും വെല്ലുന്നതാണോ വിധേയൻ എന്ന സിനിമയിലെ കുളക്കടവ് എന്ന് നാം സംശയിച്ചു പോകുന്ന രീതിയിലാണ് അതിലെ ദൃശ്യങ്ങളും കേൾവിയിലൂടെ നമുക്ക് കിട്ടുന്ന സൗന്ദര്യങ്ങളും. സാരി വിൽപ്പനക്കാരൻ്റെ പക്കൽ നിന്ന് ഒരു മുണ്ട് വാങ്ങിച്ച് വിധേയന് കൊടുത്തത് ഞാനിവിടെ സൂചിപ്പിച്ചുവല്ലോ. അന്ന് തന്നെ
ഒരു സാരിയും വാങ്ങുന്നുണ്ട്. സാരിയും വാങ്ങി വിധേയനെ ഏൽപ്പിക്കുന്നു. എന്തിന്? വിധേയൻ്റെ ഭാര്യയെ കൊടുക്കാൻ സാരി. അത്ഭുതം തോന്നിപ്പോകും. മറ്റുള്ള ആരുടെ ഭാര്യയെക്കുറിച്ച് പച്ചയായി പട്ടേലർ സംസാരിക്കുന്നത്. അതിലൂടെ പട്ടേലരുടെ ധിക്കാരവും വിധേയരിലെ വിധേയത്വവും വ്യക്തമായി മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. തുടക്കം മുതൽ അപ്രകാരമാണ്. എത്ര വാക്യങ്ങളാണ് അതിന് സമാനമായുള്ളത്. ഒരാളുടെ ഭാര്യയെപ്പറ്റി ചോദിക്കുന്നുണ്ട്. നിന്റെ ഭാര്യ സുന്ദരിയാണോ എന്ന് ചോദിക്കുന്നുണ്ട്. നിന്റെ ഭാര്യയുടെ പ്രായം എന്താണെന്ന് ചോദിക്കുന്നുണ്ട്. പച്ചയായി ചോദിക്കുകയാണ്. പലരും ചോദിക്കാൻ ആഗ്രഹിക്കാത്ത ചോദ്യങ്ങൾ ധിക്കാരിയായ ക്രൂരനായ ഭാസ്കര പട്ടേലർ ചോദിക്കുന്നുണ്ട്. അത് സ്വാഭാവികതയായി നമുക്ക് അനുഭവപ്പെടുന്നു. ഇപ്രകാരമുള്ളൊരു മനുഷ്യനും ഈ ഭൂമിയിൽ ഉണ്ടാകുമല്ലോ എന്നോർക്കുമ്പോൾ ആ കഥയുടെ മഹത്വം നാം മനസ്സിലാക്കുന്നു. ആ വ്യക്തി തന്നെയാണ് വിധേയൻ്റെ ഭാര്യയ്ക്ക് ആവശ്യമായുള്ള സാരിയും വാങ്ങിച്ചു കൊടുക്കുന്നത്. വിധേയൻ വിധേയത്വത്തോടുകൂടി സാരി വാങ്ങുന്നു. സാരി കൊണ്ടുപോയി കൊടുക്കുന്നതോ അതുമായി ബന്ധപ്പെട്ട സംഭാഷണങ്ങളോ ഇല്ലെങ്കിലും നമുക്ക് പിന്നീട് ആ വീടിനുള്ളിൽ ആ സാരി അഴയിൽ തൂങ്ങിക്കിടക്കുന്നത് കാണുമ്പോൾ എന്തുമാത്രം ശ്രദ്ധ ചെലുത്തിയിട്ടുണ്ട് അടൂർ ഗോപാലകൃഷ്ണൻ. ആ സാരി മറന്നു പോകാതെ അഴയിൽ തൂക്കിയിടുന്നതിൽ തൽപരനാവാൻ എന്തുമാത്രം ശ്രദ്ധ കൊടുത്തിട്ടുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാം. പലപ്പോഴും പല സന്ദർഭങ്ങളിൽ വാതിൽ തുറക്കുമ്പോൾ അഴയിൽ തൂങ്ങിക്കിടക്കുന്നത് ഈ നിറമുള്ള സാരിയാണ്. അവിടെ മറ്റ് സാരികളൊന്നും കാണുന്നുമില്ല. എപ്പോഴും ഈ സാരി കാണുകയും ചെയ്യാം. ദാരിദ്ര്യം മനസ്സിലാക്കാൻ സാധിക്കുന്നു. അതോടൊപ്പം അന്ന് കൊടുത്ത സാരി വിധേയൻ്റെ വീട്ടിൽ ഭാര്യയുടെ പക്കൽ കൊണ്ടുവന്ന് കൊടുത്തു എന്നുള്ള ധാരണയും നമുക്ക് വരുന്നു. സിനിമയിലെ കരടുകൾ പറയുകയാണല്ലോ എൻ്റെ മുഖ്യ ദൗത്യങ്ങളിലൊന്ന്. സിനിമ തുടങ്ങുന്ന സമയത്ത് തന്നെ ഒരു കുഞ്ഞു കരടുണ്ട്. പ്രഥമ ദൃശ്യത്തിൽ വിധേയൻ ഭാസ്കര പട്ടേലർ ഇരിക്കുന്ന കടയുടെ കള്ളും ചാരായവും ഒക്കെ കിട്ടുന്ന കടയുടെ എതിർവശത്തുള്ള കടയുടെ തിണ്ണയിൽ കുത്തിയിരിക്കുന്നതാണ് പ്രഥമ ദൃശ്യം. ആ ദൃശ്യത്തിൽ ഒരു ശബ്ദം നാം കേൾക്കുന്നുണ്ട്. നമുക്ക് പിന്നീട് അത് മനസ്സിലാവുന്നു. അത് ഭാസ്കര പട്ടേലരുടെ ശബ്ദമാണെന്ന് മനസ്സിലാക്കാം. ശബ്ദം തെറിയോടുകൂടിയുള്ള വിളിയാണ്. ഇവിടെ വാട നായിൻ്റെ മോനെ എന്നതിന് സമാനമായിട്ടുള്ള സംഭാഷണമാണ്. അതിൻ്റെ അർത്ഥം ആ പരിസരത്തിലുള്ള എല്ലാവരും തന്നെ അത് കേട്ടിട്ടുണ്ടാവും, പേടിച്ചിട്ടുണ്ടാവും. പക്ഷേ വിധേയന് സമീപത്ത് ഒരു ലേശം മാറിയാണെങ്കിലും സമീപത്തെന്ന് പറയാവുന്ന സ്ഥലത്ത് നിൽക്കുന്ന ചട്ടയും മുണ്ടുടുത്ത ഒരു സ്ത്രീ
എങ്ങോട്ട് തിരിഞ്ഞു നിൽക്കുന്നുവോ അങ്ങോട്ട് തന്നെ തിരിഞ്ഞു നിൽക്കുന്നു എന്നതൊഴിച്ച് മറ്റ് ഭാവവ്യത്യാസങ്ങളൊന്നും കാണാൻ സാധിക്കുന്നില്ല. ഒരു കുഞ്ഞു കരടായി ഞാനിത് നിങ്ങളുടെ മുന്നിൽ പറഞ്ഞു വയ്ക്കുകയാണ്. കാരണം ഇത്ര അലർച്ചയുണ്ടാകുമ്പോൾ നമ്മളേവരും ഒന്ന് പുറം തിരിഞ്ഞു നോക്കും. നിത്യസംഭവമാണ് ഇത് എങ്കിൽ തന്നെയും കാര്യശരി നിത്യേന ഈ കടയ്ക്ക് മുന്നിൽ പട്ടേലർ ആരെങ്കിലുമെയും ഇപ്രകാരം തെറി വിളിക്കുകയും മർദ്ദിക്കുകയും ഒക്കെ ചെയ്യാറുണ്ട്. എന്നാൽ പോലും ഓരോ പുതിയ മർദ്ദനത്തിൻ്റെ സമയത്തും ഓരോ പുതിയ തെറിയുടെ സമയത്തും നമ്മളൊന്ന് തിരിഞ്ഞു നോക്കാനാണ് സാധ്യത. അതുകൊണ്ട് ആ സ്ത്രീ ഈ ശബ്ദം കേട്ടിട്ട് തിരിയാഞ്ഞത്, ലേശമെങ്കിലും തിരിയാഞ്ഞത് തെറ്റാണ് എന്ന് ഞാൻ നിങ്ങളുടെ മുന്നിൽ പറഞ്ഞു വയ്ക്കുകയാണ്. ക്യാമറയ്ക്ക് പല ന്യൂനതകളുണ്ട്. ആ ന്യൂനതകൾ കൊണ്ടാണ് നാം ചിലപ്പോൾ ചിലത് കാണുമ്പോൾ പറയുന്നത് ഇതിനിത്ര വലിപ്പമോ, അല്ലെങ്കിൽ ഇതിത്രയേ ഉള്ളോ. നിശ്ചിത കോണുകളിൽ നിന്നെടുക്കുന്ന ക്യാമറയുടെയും ലെൻസിൻ്റെയും വ്യത്യാസങ്ങൾ കൊണ്ടാണ് അത് സംഭവിക്കുന്നതെന്ന് നമുക്കറിയാം. അത് അപ്രകാരമേ ചെയ്യാനും പറ്റുമെന്ന് നമുക്കറിയാം. കണ്ണല്ല ലെൻസ്, കണ്ണിലൂടെ കാണുന്നതല്ല ലെൻസിലൂടെ കാണുന്നത്. കണ്ണിലൂടെ കാണുന്നതാവണം ഈ ലെൻസിലൂടെ കാണുന്നത്. ഇവിടെ ഏറ്റവും വലിയ കുഴപ്പം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കണ്ണിലൂടെ കാണുമ്പോൾ നമ്മുടെ തൊട്ടടുത്തുള്ള വ്യക്തിയെ വലിപ്പം കൂടുതലായിട്ടാണ് നാം കാണുന്നതെന്നുള്ള തോന്നൽ നമുക്കില്ല. ഒരു ലേശം മാറി നിൽക്കുന്ന വ്യക്തി ചെറുതായാണ് കാണുന്നതെങ്കിലും നമ്മുടെ കണ്ണ് അപ്രകാരം ചിന്തിക്കുന്നില്ല. കാരണം കാഴ്ചയോടൊപ്പം കാഴ്ച സാധ്യമാക്കുന്ന ബുദ്ധി കൂടി ജോലി ചെയ്യുന്നു. കണ്ണിൻ്റെ പിൻഭാഗത്തുള്ള തലയ്ക്കുള്ളിലുള്ള തലച്ചോറ് കൂടി ജോലി ചെയ്യുന്നു. നേരെ മറിച്ച് കണ്ണിന് സമാനമല്ല ലെൻസ് എന്നുള്ളതിൻ്റെ ഒരു ഉദാഹരണമാണ്, ലെൻസിന് പിന്നിൽ ഒരു ബുദ്ധിയില്ല. കണ്ണിന് പിന്നിൽ തലച്ചോറുണ്ട്, തലച്ചോറിനുള്ളിൽ ബുദ്ധിയുണ്ടെങ്കിൽ ലെൻസിന് പിന്നിൽ ഒരു തലച്ചോറില്ല, ആ തലച്ചോറിൽ ബുദ്ധിയില്ല. ലെൻസിന് പിന്നിലുള്ളത് കുറച്ച് യന്ത്രങ്ങളും കാഴ്ച സാധ്യമാക്കുന്ന ചില കൃത്രിമ ഉപകരണങ്ങളും മാത്രമാണ്. അതുകൊണ്ട് ലേശമകലത്തായിരിക്കുന്ന ഒരു വ്യക്തിയെ ഒരു ചിത്രത്തിൽ നമ്മൾ കാണുമ്പോൾ നമ്മൾ പറയാറുണ്ട് ഇടക്ക്, മുന്നിൽ നിൽക്കുന്ന വ്യക്തിയുടെ കൈപ്പത്തിയുടെ അത്ര വലിപ്പമേ ഉള്ളൂ ആ പുറകിൽ നിൽക്കുന്ന വ്യക്തിയുടെ മൊത്തം ശരീരം എന്ന് നമ്മൾ പറയാറുണ്ട്. നമുക്കത് തോന്നാറുമുണ്ട്. ഇപ്രകാരം നമുക്ക് തോന്നാനിട വന്നാൽ ഞാൻ അതിനെ പറയും അസ്വാഭാവികത, നിങ്ങളും അതിനെ പറയും അസ്വാഭാവികത. നിങ്ങളും അതിനെ പറയണം, പക്ഷെ നിങ്ങൾ ന്യായീകരിച്ചു കൊണ്ട് പറയാൻ സാധ്യതയുള്ളത് ക്യാമറയിലൂടെ എടുത്താൽ അങ്ങനെയേ വരൂ എന്നാണ്. എങ്ങനെ വന്നാലും അത് നമ്മുടെ ബുദ്ധിയുടെ തലത്തിൽ നമുക്ക് തോന്നലുണ്ടാവരുത് ഈ വ്യക്തിയുടെ കൈ വളരെ വലുത്, ലേശം പിന്നിലായി നിൽക്കുന്ന വ്യക്തിയുടെ മൊത്തം ശരീരം ഇയാളുടെ കൈയുടെ വലിപ്പം പോലുമില്ല എന്നുള്ള തോന്നൽ നമുക്കുണ്ടാവരുത് എങ്കിൽ
നമ്മൾ ഉപയോഗിക്കുന്ന ക്യാമറയിലെ ലെൻസ് വയ്ക്കേണ്ട കോണുകൾ നാം ശ്രദ്ധ വയ്ക്കണം. എഡിറ്റിങ്ങിൽ നമ്മൾ ശ്രദ്ധ വയ്ക്കണം. മറ്റു ദൃശ്യങ്ങളിൽ നാം ശ്രദ്ധ വയ്ക്കണം. മൊത്തം സിനിമയായി അവതരിപ്പിക്കപ്പെടുമ്പോൾ ഈ വലിപ്പ ചെറുപ്പങ്ങൾ നമ്മുടെ മനസ്സിൽ കടന്നു വന്നാൽ അത് അസ്വാഭാവികതയാണ്. കാരണം സ്വാഭാവിക ജീവിതത്തിൽ നമുക്കങ്ങനെ അനുഭവപ്പെടുന്നില്ല. നാം കാണുന്ന മുന്നിലുള്ള വ്യക്തിയിൽ നിന്ന് കുറച്ചധികം പിന്നിലാണ് ആ വ്യക്തിയെങ്കിലും അയാൾ കുഞ്ഞു മനുഷ്യനാണല്ലോ എന്നുള്ളൊരു തോന്നൽ നമുക്കില്ല. കാരണം നമ്മുടെ കണ്ണ് മാത്രമല്ല ജോലി ചെയ്യുന്നത്, കണ്ണിന് പിന്നിലുള്ള തലച്ചോറ് കൂടി. അപ്പോൾ നാം എന്ത് ചെയ്യണം? ക്യാമറയിലൂടെ പകർത്തുമ്പോൾ ക്യാമറയ്ക്ക് പിന്നിൽ തലച്ചോറില്ലെങ്കിലും ക്യാമറയിലെ ലെൻസിന് പിന്നിൽ ഒരു തലച്ചോറുണ്ടാക്കണം. ആ തലച്ചോറാണ് സംവിധായകൻ്റെ ബുദ്ധി. ഏത് കോണിലൂടെ എടുക്കണം, എന്ത് എഡിറ്റ് ചെയ്തിടണം, എന്താദ്യം എഡിറ്റ് ചെയ്തിടണം, ഇതിന് ശേഷം എഡിറ്റ് ചെയ്തിടണം. ഇത് ഇപ്രകാരമുള്ളൊരു ചിന്ത അവരുടെ മനസ്സിലേക്ക് വരാതിരിക്കണമെങ്കിൽ എന്തെല്ലാം കൂടുതലായ ചിത്രങ്ങൾ അതിൽ ചേർക്കണം. ഞാനിത് പറയാൻ കാര്യം ക്യാമറയുടെ ഒരു ന്യൂനതയാണ്. ഒരു വ്യക്തിയെ ഫോക്കസ് ചെയ്യുമ്പോൾ കുറച്ചധികം പുറകിലായിരിക്കുന്ന മറ്റൊരു വ്യക്തി തെളിമയോടെ കാണപ്പെടുകയില്ല എന്നുള്ളത്. ആ വ്യക്തിയെ, പിന്നിലിരിക്കുന്ന വ്യക്തിയെ തെളിമയോടെ കാണണമെങ്കിൽ ഫോക്കസ് ചെയ്യുന്നത് മാറ്റേണ്ടി വരും. അപ്പോൾ മുമ്പിലിരിക്കുന്ന ആദ്യം തെളിമയോടെ കണ്ടുകൊണ്ടിരുന്ന വ്യക്തി തെളിമ ഇല്ലാത്ത വ്യക്തിയായി മാറും. അതും ഞാൻ അസ്വാഭാവികത എന്നേ പറയൂ. നിങ്ങൾ ന്യായീകരിച്ചേക്കാം, ഏതെങ്കിലും സംവിധായകർ ന്യായീകരിച്ചേക്കാം. ക്യാമറയിലൂടെ പകർത്തുമ്പോൾ അങ്ങനെയാണെന്ന് ചില സംവിധായകർ ന്യായീകരിച്ചേക്കാം. എനിക്ക് ആ ന്യായീകരണങ്ങളൊന്നും കേൾക്കണ്ട. എനിക്ക് സിനിമ എന്ന് പറയുന്നത് മർമ്മം, മധ്യഭാഗത്തുള്ള ദൃശ്യം മാത്രമല്ല. ചതുരത്തിലാണ് നമ്മളുടെ സിനിമകൾ ദൃശ്യ മണ്ഡലത്തിൽ വരുന്നതെങ്കിൽ 4 കോണിൽ നിന്ന് തുടങ്ങി മധ്യഭാഗത്ത് ചെന്ന് ചേരുന്നത് വരെയുള്ള മുഴുവൻ ദൃശ്യങ്ങളും തെളിമയോടെ കാണണം. അപ്പോൾ അതിന് സമാനമായിരിക്കണം കോണുകൾ, അതിന് സമാനമായിരിക്കണം ക്ലോസപ്പുകൾ, അതിന് സമാനമായിരിക്കണം എല്ലാം. അപ്പോൾ ഇപ്രകാരം ദൃശ്യങ്ങൾ കണ്ടു കഴിഞ്ഞാൽ ഞാൻ അതിന് അസ്വാഭാവികത എന്ന് പറയും. അടൂർ ഗോപാലകൃഷ്ണൻ്റെ സിനിമകളിലും ഈ വിധേയനിലും ചില രംഗങ്ങളിൽ അടുത്ത് നിൽക്കുന്ന വ്യക്തിയെയും കുറച്ചധികം പിന്നിലായി നിൽക്കുന്ന വ്യക്തിയെയും കാണിക്കേണ്ടി വരുന്ന സന്ദർഭങ്ങളിൽ ഇപ്രകാരം ആദ്യത്തെ വ്യക്തിയെ കാണിക്കേണ്ടി വരുമ്പോൾ അദ്ദേഹത്തെ തെളിമയോടെയും കാണിക്കുന്നു. ആ സമയത്ത് പിന്നിലുള്ള വ്യക്തി തെളിമയില്ലാതെ കാണപ്പെടുന്നു. വീണ്ടും ആ തെളിമയില്ലാതെ കാണപ്പെട്ട വ്യക്തിയെ കൂടുതൽ സുവ്യക്തമാക്കാൻ വേണ്ടി ഫോക്കസ് ചെയ്യുമ്പോൾ മുന്നിലുള്ള വ്യക്തി തെളിമ നഷ്ടപ്പെട്ട് കാണപ്പെടുന്നു. ഞാനതിന് അസ്വാഭാവികത എന്ന് തന്നെ പറയും. അത് അസ്വാഭാവികതയാണ്. അതിൻ്റെ അർത്ഥം ഏത് ന്യായീകരണം പറഞ്ഞാലും, ക്യാമറയിലൂടെ എടുത്താൽ ഇങ്ങനെ കിട്ടൂ എന്ന് പറഞ്ഞാലും ഞാൻ പറയും ക്യാമറയ്ക്ക് ബുദ്ധിയില്ല എന്നെനിക്കറിയാം. പക്ഷെ ക്യാമറയ്ക്ക് ബുദ്ധി കൊടുക്കണം. അതിന് കോണുകൾ മാറ്റേണ്ടി വരും, ക്ലോസപ്പുകൾ മാറ്റേണ്ടി വരും, ചിലപ്പോൾ ക്ലോസപ്പുകൾ ഇടേണ്ടി വരും, ചിലപ്പോൾ മറ്റു മധ്യദൃശ്യങ്ങൾ മാറ്റേണ്ടി വരും, ചിലപ്പോൾ മധ്യദൃശ്യങ്ങൾ ഇടേണ്ടി വരും, ചിലപ്പോൾ എഡിറ്റിംഗ് ചിലത് മുന്നിലിട്ട് ഇടേണ്ടി വരും, ചിലപ്പോൾ എഡിറ്റിങ്ങൾ ചിലത് കുറയ്ക്കേണ്ടി വരും.
ചിലപ്പോൾ ദൃശ്യങ്ങൾ കൂട്ടേണ്ടി വരും. അത് എന്താണെന്ന് ചിന്തിക്കേണ്ടത് സംവിധായകനാണ്. ഈ അസ്വാഭാവികത കലർന്നു വന്നാൽ അത് അടൂർ ഗോപാലകൃഷ്ണൻ്റെ സിനിമയിലായാൽ പോലും കേരളീയ സമൂഹത്തിന് വിലപ്പെട്ട സംഭാവനകൾ ചെയ്ത അടൂർ ഗോപാലകൃഷ്ണനായാൽ പോലും ഞാനത് അസ്വാഭാവികത എന്നും പറയും. അപ്രകാരമുള്ള അസ്വാഭാവിക രംഗങ്ങൾ 2-3 സന്ദർഭങ്ങളിൽ വിധേയനിൽ കടന്നു വരുന്നുണ്ട്. ഓമന കരയുന്ന രംഗത്ത് രാത്രിയിൽ വിളക്കിലെ പ്രകാശത്തെക്കാളും കൂടിയ പ്രകാശം ആ മുറിയിൽ നിറയുന്നുണ്ട്. ചിത്രീകരിക്കാൻ ബുദ്ധിമുട്ടുള്ളതാണെന്ന് എനിക്കറിയാം. വൈദ്യുതി കടന്നു വരാത്ത ഒരു വീട്ടിലെ ചിത്രീകരണങ്ങളാണ്. വെളിച്ചക്കുറവുണ്ട്. ആ ബുദ്ധിമുട്ടുകളൊക്കെ ഞാൻ മനസ്സിലാക്കുന്നു. അതിനെ തന്മയത്വത്തോടുകൂടി ചെറുത്ത് തോൽപ്പിക്കാൻ അടൂർ ഗോപാലകൃഷ്ണൻ ശ്രമിച്ചിട്ടുമുണ്ട്. എന്നാൽ ആ ശ്രമം പരിപൂർണതയിൽ എത്തിയിട്ടില്ല ചില സന്ദർഭങ്ങളിലെന്ന് ഞാൻ പറയും. അതിനൊരു ഉദാഹരണമാണ് ഞാൻ പറഞ്ഞത്. വിളക്കിലെ തിരി കത്തുക പ്രകാശം, അതുമാത്രമല്ലാതെ കൂടിയ പ്രകാശം, ഇത്തിരി കൂടിയ പ്രകാശം മറ്റെങ്ങു നിന്നോ വന്ന് മറ്റ് ദൃശ്യങ്ങൾ കാണാൻ പറ്റുന്ന രീതിയിൽ പ്രകാശം പരക്കുന്നുണ്ട്. അത് ചെറിയൊരു കരടായി തന്നെ ഞാൻ പറഞ്ഞു വയ്ക്കുന്നു. ക്രൂരനായ ഈ മനുഷ്യൻ പട്ടേലർ ഒരു വിധികർത്താവായി പ്രവർത്തിക്കുകകൂടി ചെയ്യുന്നുണ്ടെന്ന് പറയുമ്പോൾ നാം അത്ഭുതപ്പെട്ടു പോവുകയാണ്. അധർമ്മിയായ ക്രൂരനായ ഈ വ്യക്തി ന്യായാധിപന് തുല്യമായി വിധി കൂടി കൽപ്പിക്കുന്നു. നാം അതിലെ ഒരു രംഗം കാണുന്നുണ്ട്. ഒരാൾ അയാളുടെ ഭാര്യയെയും ഭാര്യ പ്രണയത്തിലായ കാമുകനെയും ന്യായാധിപൻ എന്ന നിലയിൽ പട്ടേലരുടെ മുമ്പിൽ ഹാജരാക്കുന്നുണ്ട്. അത്ഭുതം വന്നു പോകും. ക്രൂരനായ വ്യക്തിയുടെ മുമ്പിൽ, ദുഷ്ടനായ വ്യക്തിയുടെ മുമ്പിൽ, അശേഷം നീതിയില്ലാത്ത വ്യക്തിയുടെ മുമ്പിൽ ന്യായാധിപനാണതെന്നുള്ള ധാരണയോടുകൂടി അവിടുത്തെ ചില ജനങ്ങൾ ചിലരെ ഹാജരാക്കുന്നുണ്ട്. ചില കാരണങ്ങൾക്ക് വേണ്ടി പട്ടേലരുടെ ഭവനത്തിൽ വരുന്നുണ്ട്. പല കാഴ്ചകൾ സമർപ്പിക്കുന്നുണ്ട്. ഏത്തപ്പഴം പോലെ, മറ്റു പച്ചക്കറികൾ പോലെ, പഴവർഗ്ഗങ്ങൾ പോലെ പല വസ്തുക്കൾ കാഴ്ചയായി നൽകുന്നുമുണ്ട്. തീർച്ചയായും അത്ഭുതത്തോടു കൂടിയേ നമുക്കത് നോക്കിക്കാണാൻ സാധിക്കൂ. ക്രൂരനായ ഒരു വ്യക്തി ന്യായാധിപനായി അവതരിക്കുന്നു. അപ്രകാരം ന്യായാധിപനായി അവതരിക്കുമ്പോഴും അവിടുത്തെ ജനങ്ങൾ വിധേയത്വത്തോടുകൂടി കുമ്പിട്ട് ആജ്ഞ ശിരസ വഹിക്കുന്നുവെങ്കിൽ പട്ടേലരുടെ വ്യക്തിത്വം എപ്രകാരമുള്ളതായിരിക്കും എന്ന് നമുക്ക് മനസ്സിലാക്കാം. ഒരെതിർപ്പും പറയാതെ അവർ മൗനരായി നിൽക്കുന്നത് അത്ഭുതാവഹമായൊരു കഥ വിധേയനിലൂടെ നമുക്ക് കാണാൻ സാധിക്കുന്നത് കൊണ്ട് മാത്രമാണ്. ഈ വിധി നടപ്പാക്കിയ ഉടൻ തന്നെ പട്ടേലരുടെ മകൻ
അവൻ്റെ അമ്മാവൻ്റെ കൂടെ പുറത്ത് പഠിക്കാൻ പോയ അമ്മാവൻ്റെ കൂടെ കയറി വരുന്ന രംഗമുണ്ട്. ക്രൂരനായ മനുഷ്യൻ്റെ ഉള്ളിലും ഒരു നല്ല പിതാവുണ്ട് എന്നതിന് തെളിവായി ആ ക്രൂരനായ മനുഷ്യൻ മകനെ കെട്ടിപ്പിടിക്കുന്നുണ്ട്. അതൊക്കെ സ്വാഭാവികത. അടുത്ത സ്വാഭാവികത ആകേണ്ടിയിരുന്നത് പട്ടേലരുടെ ഭാര്യയുടെ സമീപം ഈ മകൻ, വന്നു കയറിയ മകൻ ചെല്ലുന്നതാണ്. അതും വളരെ പുഞ്ചിരിയോടുകൂടി മകൻ ചെല്ലുന്നുണ്ട്. അമ്മയും സ്നേഹത്തോടെ പുഞ്ചിരിച്ച് കെട്ടിപ്പിടിക്കുന്നുണ്ട്. പക്ഷെ ഒന്നാമത്തെ വാക്യം അമ്മയുടേത് സ്നാനം ചെയ്തു വരുവിൻ എന്നുള്ളതാണ്. അതിന് സമാനമായൊരു വാക്യമാണ് പറയുന്നത്. മറ്റു വിശേഷങ്ങളിലേക്ക് കടക്കാതെ എത്രയോ നാളുകൾക്ക് ശേഷം കാണുന്ന കുഞ്ഞുമകനാണത്. അത്ര പെട്ടെന്ന് കുളിക്കാൻ വിടേണ്ടിയിരുന്നോ? കുറച്ചുകൂടി ചോദിക്കാമായിരുന്നു. മർമ്മം അതല്ല എന്ന് അടൂർ ഗോപാലകൃഷ്ണൻ അറിയുന്നത് കൊണ്ടാണ് സംഭാഷണങ്ങൾ അവിടെ കുറച്ചത് എന്നറിയാം. പക്ഷേ സ്വാഭാവികത അതല്ല. കുറച്ചുകൂടി ചോദിക്കും. അത് ഒരു കരടായി ഞാനിവിടെ അവതരിപ്പിക്കുന്നു. തുടർന്ന് പള്ളിയിലെ വൈദികനെ വഴിയിൽ വെച്ച് വിധേയൻ കാണുന്നൊരു രംഗമുണ്ട്. തീർത്തും സ്വാഭാവികത. ആ സമയത്ത് തന്നെ പട്ടേലരുടെ വ്യക്തിത്വവും ക്രൂരതയും എല്ലാം ബോധ്യമാക്കി തരുന്ന നിമിഷമാണത്. അച്ഛൻ ചോദിക്കുന്നുണ്ട്, നീ എന്താണ് പള്ളിയിൽ വരാത്തത്? നിനക്ക് കുമ്പസാരിക്കണ്ടേ? എന്നതിനൊക്കെ സമാനമായ സംഭാഷണങ്ങൾ നടന്നുകൊണ്ടിരിക്കുമ്പോൾ അതിലൂടെ ഒരു ജീപ്പ് വന്നു. ജീപ്പ് ഓടിച്ചിരുന്നത് പട്ടേലരായിരുന്നു. ആജ്ഞകളോ ഒന്നുമില്ല. ഇവിടെ വാടാ എന്നുള്ള ഒരു ഡയലോഗുമില്ല. ജീപ്പ് നിർത്തി, അത്രയേ ഉള്ളൂ. പേടിച്ച്, പട്ടേലരെ പേടിച്ച് ബഹുമാനിക്കേണ്ട അച്ഛനെ ഉപേക്ഷിച്ചുകൊണ്ട് വിധേയൻ പോകുന്നത് അത്ഭുതാവഹം, സ്വാഭാവികത, മനോഹരമായ രംഗം. അതോടൊപ്പം ഭാസ്കര പട്ടേലരുടെ ആ ക്രൂരതയും ആ വ്യക്തിയെ എല്ലാവരും പേടിക്കുന്നതിൻ്റെ ഒരു ചിത്രവും നമുക്ക് ബോധ്യമായി കിട്ടുന്നു. ഒരു വാക്യം പോലും പറഞ്ഞില്ല പട്ടേലർ. കയറി വാടാ എന്നോ ഒന്നും പറഞ്ഞില്ല. പട്ടേലരുടെ മുന്നിൽ പള്ളിയിലെ അച്ഛനും ബഹുമാനിക്കപ്പെടേണ്ട പലരും ഒന്നുമല്ല എന്നുള്ളൊരു തോന്നൽ കൂടി നമുക്ക് ആ മനോഹരമായ രംഗത്തിലൂടെ കിട്ടുന്നു. സിനിമയുടെ പ്രഥമ ഭാഗത്ത് വിധേയൻ ഒരു രാത്രിയിൽ ധൃതി പിടിച്ച് കള്ള് ഷാപ്പിൻ്റെ മുമ്പിൽ വരുന്നത് കാണുന്നുണ്ട്. കുറച്ചു നേരം കള്ള് ഷാപ്പിലേക്ക് നോക്കിയ ശേഷം തിരികെ വീട്ടിലേക്ക് ധൃതി പിടിച്ചു പോകുന്നതും കാണുന്നുണ്ട്. ആർക്കും ഒന്നും മനസ്സിലായിട്ടില്ല. കാരണം എന്താണെന്ന് മനസ്സിലായിട്ടില്ല. തുടർന്ന് ഓമനയുടെ കരച്ചിലും കേൾക്കാം. രണ്ടാമതൊരു തവണ ഈ സിനിമ കണ്ടാൽ മാത്രമേ അത് ഇന്ന കാരണത്താൽ ആയിരിക്കാം എന്നുള്ള തോന്നൽ മറ്റുള്ളവർക്കുണ്ടാവൂ. അത് ശരിയല്ല. ഒന്നാമത്തെ പ്രാവശ്യം കാണുമ്പോൾ തന്നെ ആളുകൾക്ക് മനസ്സിലാവണം, ദുരൂഹത ഉണ്ടാവരുത്.
ഒരുപക്ഷെ അടൂർ ഗോപാലകൃഷ്ണൻ മനസ്സിലാക്കിയിരിക്കാം, അതൊരു ദൃശ്യം, മനസ്സിലാകുന്നത് മനസ്സിലായാൽ മതി, കൂടുതൽ മനസ്സിലാക്കേണ്ടതില്ല. ദൃശ്യപ്പൊലിമയുള്ള ഒരു ദൃശ്യം, ചീത്തയായ ദൃശ്യമല്ല എന്നൊക്കെ ഓർത്തായിരിക്കാം വിധേയൻ ആ രാത്രിയിൽ കള്ള് മുമ്പിൽ ധൃതി പിടിച്ചു വരുന്നതും കുറച്ചു നേരം അവിടെ നിൽക്കുന്നതും കള്ള് നോക്കുന്നതും കള്ള് തിരിച്ച് വീട്ടിലേക്ക് ധൃതി പിടിച്ച് നടക്കുന്നതും കാണുന്നതും. മനസ്സിലാക്കുന്നവർ മാത്രം മനസ്സിലാക്കിയാൽ മതി, രണ്ടാമത് കാണുന്നവർ മാത്രം മനസ്സിലാക്കിയാൽ മതി എന്ന് കരുതുന്നത് കൊണ്ടാവാം. ഞാനതിനെ വിമർശിച്ച് മോശമെന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നില്ല. കാരണം ആ ദൃശ്യം മനോഹരമാണ്, ആ രാത്രി മനോഹരമാണ്. ആ രാത്രിയിലെ അരണ്ട വെളിച്ചം, ജനലിലൂടെ വരുന്ന വെളിച്ചം മനോഹരമാണ്, അതൊക്കെ മനോഹരമാണ്. പക്ഷെ ഇത് ദുരൂഹതയുമുണ്ട്. എന്തിനു വന്നു? തിരിച്ച് വീട്ടിൽ ചെല്ലുമ്പോൾ ഓമനയുടെ കരച്ചിൽ കേൾക്കാം. കൃത്യമായ ധാരണയില്ലെങ്കിൽ